ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോഷി ഇൻ്റഗ്രൽ ഫോർമുല. അതായത് അവിടെ സി എന്നുള്ള ഒരു കോണ്ടൂറിൻ്റെ വിത്തിൻ ആൻഡ് ഓൺ സി എഫ് ഓഫ് സെഡ് എന്നുള്ള ഫംഗ്ഷൻ അനലിറ്റിക്കും സെറ്റ് നോട്ട് എന്നുള്ളത് ഒരു ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് സിയും ആണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഡി സെഡ് ഇതിൻ്റെ വാല്യൂ ആണ് നമ്മൾ പറഞ്ഞത്. ദിസ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു 2πi ഇൻറ്റു എഫ് ഓഫ് സെറ്റ് നോട്ട്. ഇനി ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് എക്സ്റ്റൻഷൻ ഓഫ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല. അപ്പം നമുക്കിവിടെ ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി സെറ്റ് മൈനസ് സെറ്റ് നോട്ട് റേസ് ടു എൻ ഇതിന് പവർ 1 അല്ലാതെ വേറെ നമ്പേഴ്സ് പവർ 1 വരികയാണെങ്കിൽ നമുക്ക് കോഷി ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം. ദെൻ പവർ 1 അല്ലാതെ ഏതെങ്കിലും വാല്യൂസ്, അതായത് 2, 3, 4 അങ്ങനെയൊക്കെ വരികയാണെന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് കോഷി ഇൻ്റഗ്രൽ ഫോർമുലയുടെ എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് നമ്മളിവിടെ പ്രോബ്ലം ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് കോഷി ഇൻ്റഗ്രൽ ഫോർമുലയ്ക്ക് എക്സ്റ്റൻഷൻ യൂസ് ചെയ്യുന്നത്. ഇതിനെയാണ് കോഷി ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ ഡെറിവേറ്റീവ്സ് ഓഫ് എഫ് യൂസ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ലെറ്റ് എഫ് ബി അനലിറ്റിക് തിയറം നോക്കാം. ലെറ്റ് എഫ് ബി അനലിറ്റിക് ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമെയിൻ ഡി ആൻഡ് സി ബി എ സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ലൈങ് എൻറ്റയർലി ഇൻ ഡി. അതായത് ഇവിടെ എന്താണ് എഫ് എന്നുള്ള ഫംഗ്ഷൻ ഈ ഡൊമെയിൻ ഡിയിൽ എന്താണ് അനലിറ്റിക് ആണ്. ദെൻ ഒരു ഡൊമെയിനാണ് ഡി. ദെൻ അതിൻ്റെ ഉള്ളിലത്തെ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ് സി. സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ് സി. അപ്പോൾ നമുക്ക് വിതിൻ ആൻഡ് ഓൺ സി എഫ് ഓഫ് സെഡ് എന്താണ് അനലിറ്റിക് ആണ് എന്ന് പറയാം അല്ലേ. എന്തുകൊണ്ടാണ് ഡി എന്നുള്ള ഡൊമെയിനിൽ മൊത്തം ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. സോ വിതിൻ ആൻഡ് ഓൺ സി ദ ഫംഗ്ഷൻ എഫ് ഈസ് അനലിറ്റിക്. അപ്പോൾ ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ തിയറം അപ്ലൈ ചെയ്യാം. നമ്മൾ മെയിനായിട്ട് ആ തിയറം ഡി എന്നുള്ള ഡൊമെയിൻ ഏതാണെന്നൊന്നും പറയില്ല, കോണ്ടൂർ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ദെൻ നെക്സ്റ്റ് പറയേണ്ടത് ഇഫ് സെറ്റ് നോട്ട് ഈസ് എനി പോയിൻറ്റ് ഇൻറ്റീരിയർ ടു സി, അതായത് സെറ്റ് നോട്ട് എന്ന് പറയുന്നത് സിയുടെ ഉള്ളിലുള്ള ഒരു പോയിൻ്റാണ്. ദെൻ ഫോർ എൻ ഈക്വൽ ടു 1, 2, 3 എക്സിട്ര nth for n equal to 1, 2, 3 etc nth derivative of f of z exist. അതായത് ഫംഗ്ഷൻ എന്താണ് ഡിഫറൻഷ്യബിൾ ആണ്. അപ് ടു n ഡെറിവേറ്റീവ് ഫംഗ്ഷന് ഡിഫറൻഷ്യബിലിറ്റി ഉണ്ട്. ദെൻ എഫ് എൻ ഓഫ് സെറ്റ് നോട്ട് ഈസ് n ഫാക്ടോറിയൽ ബൈ 2πi ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് റേസ് ടു n പ്ലസ് 1 ഡി സെഡ്. അപ്പോൾ നമുക്ക് ഈ തിയറം യൂസ് ചെയ്തിട്ട് മെയിനായിട്ട് നമുക്ക് ഈ ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ഈ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്തായിരിക്കും 2πi by n ഫാക്ടോറിയൽ എഫ് എൻ ഓഫ് സെറ്റ് നോട്ട് ആയിരിക്കും. ദെൻ അതാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണ ഫോർമുല. അതായത് ഇവിടെ റിമാർക്കായിട്ട് പറയുന്നുണ്ട് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് റേസ് ടു n പ്ലസ് 1 ഡി സെഡ് ഈസ് 2πi by n ഫാക്ടോറിയൽ എഫ് എൻ ഓഫ് സെറ്റ് നോട്ട് ഫോർ n ഈക്വൽ ടു 0, 1, 2 എക്സിട്ര. അപ്പോൾ നമ്മൾ ഓൾറെഡി കോഷി ഇൻ്റഗ്രൽ ഫോർമുല പറഞ്ഞു. ദെൻ കോഷി ഇൻ്റഗ്രൽ ഫോർമുല എന്നുള്ളത് എന്നിന് വാല്യൂ 0 കൊടുക്കുമ്പോൾ ഇവിടെ എന്താവും 1 ആവും അല്ലേ. അപ്പോൾ സെറ്റ് മൈനസ് സെറ്റ് നോട്ടിൻ്റെ പവർ എന്താണ് 1 ആണ്. അപ്പോൾ n ഈക്വൽ ടു 0 ആവുന്ന കേസിൽ ഈ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ് കോഷി ഇൻ്റഗ്രൽ ഫോർമുലയാണ്. അപ്പോൾ ഈ കോഷി ഇൻ്റഗ്രൽ ഫോർമുലയുടെ ഒരു എക്സ്റ്റൻഷനാണ് ഈ തന്നിട്ടുള്ള തിയറം. ദെൻ നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലംസ് നോക്കാം. Integrate the following functions in the counter clockwise sense around the circle mod z is equal to 3/2. ഇവിടെ സിയുടെ ഓറിയൻറ്റേഷൻ ആക്ച്വലി കൗണ്ടർ ക്ലോക്ക് വൈസ് തന്നെയാണ് കേട്ടോ. അതിന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇവിടെ നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഇവിടെ നമുക്ക് സർക്കിൾ തന്നിട്ടുള്ളത് സി എന്നുള്ള കോണ്ടൂർ എന്താണ് മോഡ് സെഡ് ഈക്വൽ ടു 3/2 കൗണ്ടർ ക്ലോക്ക് വൈസ് സെൻസ് ആണ് എടുത്തേക്കുന്നത്. ദെൻ ഫംഗ്ഷൻ ഏതാണ്, ഈ ഫംഗ്ഷനെയാണ് ഇൻ്റഗ്രേഷൻ ചെയ്യേണ്ടത്. സെഡ് റേസ് ടു 4 - 3z² + 6 ഡിവൈഡഡ് ബൈ സെഡ് പ്ലസ് ഐ ഹോൾ ക്യൂബ്. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം സെഡ് പ്ലസ് ഐക്ക് പവർ 1 അല്ല, 1നേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ട്. 1 ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ അത് കോഷി ഇൻ്റഗ്രൽ ഫോർമുലയായി മാറിയെന്നേ ഉള്ളൂ. അപ്പോൾ n ഈക്വൽ ടു 0 ആവണ കേസ് വരും. കോഷി ഇൻ്റഗ്രൽ ഫോർമുലയുടെ എക്സ്റ്റൻഷനിൽ n ഈക്വൽ ടു 0 ആവണ കേസ്. അപ്പോൾ n ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ f0 ഓഫ് സെറ്റ് നോട്ടാണ് ഇവിടെ വരിക. അതായത് ഫംഗ്ഷൻ്റെ 0th ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ ഫംഗ്ഷൻ വാല്യൂ തന്നെയാണ്. അപ്പോൾ ഈ റൈറ്റ് സൈഡ് എന്താവും 2πi by 0 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ 2πi by 1
f0 ഓഫ് സെറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് സെറ്റ് നോട്ട്. അപ്പോൾ 2πi എഫ് ഓഫ് സെറ്റ് നോട്ട്. ഇത് തന്നെയായിരുന്നു കോഷി ഇൻ്റഗ്രൽ ഫോർമുല. ഇവിടെ എന്നിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ 1 അല്ലേ വരിക. അപ്പോൾ ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെറ്റ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഡി സെറ്റ് ഈസ് 2πi ഇൻറ്റു എഫ് ഓഫ് സെറ്റ് നോട്ട്. അതാണ് കോഷി ഇൻ്റഗ്രൽ ഫോർമുല. അപ്പോൾ ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്താണ്? ഇവിടെ നമുക്ക് പവർ വന്നിരിക്കുന്നത് 3 ആണ്. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാം? സെറ്റ് പ്ലസ് ഐ ദ ഹോൾ ക്യൂബ് എന്നുള്ളതിന് സെറ്റ് മൈനസ് ഐ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പോൾ സെറ്റ് മൈനസ് ഐ ദ ഹോൾ ക്യൂബ് എന്ന് എഴുതാം. ദെൻ എഫ് ഓഫ് സെറ്റ് എന്താണ് ഇവിടെ? സെറ്റ് റേസ് ടു 4 -3 സെറ്റ് സ്ക്വയർ പ്ലസ് 6 ആണ്. ദെൻ ഈ ഫംഗ്ഷൻ ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. അപ്പോൾ അത് എവരിവേർ അനലിറ്റിക് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? വിതിൻ ആൻഡ് ഓൺ സി കോണ്ടൂർ ഏതും ആയിക്കോട്ടെ എവരിവേർ അനലിറ്റിക് ആയ കാരണം എന്താണ്? വിതിൻ ആൻഡ് ഓൺ സി ദ ഫംഗ്ഷൻ എഫ് ഓഫ് സെറ്റ് ഈസ് അനലിറ്റിക്. ദെൻ സി എന്നുള്ള സർക്കിളിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആണോ മൈനസ് ഐ എന്നുള്ളത് നോക്കണം. എന്തുകൊണ്ടാണ്? ഇവിടെ സെറ്റ് നോട്ടിൻ്റെ പ്ലേസിൽ മൈനസ് ഐ എന്നുള്ള പോയിൻ്റാണ് വന്നിരിക്കണേ. അപ്പോൾ ഈ മൈനസ് ഐ എന്നുള്ളത് സിയുടെ ഉള്ളിലാണോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് മോഡ് സെറ്റ് ഈക്വൽ ടു 3/2 ആണ് നമ്മുടെ സർക്കിൾ. അപ്പോൾ 3/2 റേഡിയസ് ഉള്ള സർക്കിൾ, അതായത് 1.5 റേഡിയസ് ഉള്ള സർക്കിളാണ് അല്ലേ, സെൻറ്റർ അറ്റ് ഒറിജിൻ ആയിട്ട്. അപ്പോൾ മൈനസ് ഐ എന്നുള്ള പോയിൻ്റ് എന്താണ് വരിക? ഈ ഭാഗത്താണ് വരിക, സർക്കിളിൻ്റെ ഉള്ളിലാണ് വരുന്നത് അല്ലേ, മൈനസ് ഐ എന്നുള്ള പോയിൻ്റ്. അപ്പോൾ വിതിൻ ആൻഡ് ഓൺ സി ദ ഫംഗ്ഷൻ ഈസ് അനലിറ്റിക് ആൻഡ് സെറ്റ് നോട്ട് ഈക്വൽ ടു മൈനസ് ഐ ഇസ് എ പോയിൻറ്റ് ഇൻറ്റീരിയർ ടു സി. ദെൻ by Cauchy integral formula extension അല്ലെങ്കിൽ Cauchy integral formula for derivatives എന്ത് പറയാം? this integral closed integral over c f of z by z minus i the whole cube dz is എന്നിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? ഇതാണ് 3 എന്നുള്ളത് n+1 ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താണ്? 2 ആണ്. അപ്പോൾ ഫോർമുല എന്ത് വരും? 2πi by 2 factorial f double dash of z naught f double dash of z naught എന്ന് പറയുന്നത് മൈനസ് ഐ. അപ്പോൾ f double dash of മൈനസ് ഐ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഫാക്ടോറിയൽ 2 ആണ്. അപ്പോൾ ഈ 2 കട്ടാവും πi ഇൻറ്റു സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് സെറ്റ് അറ്റ് ദ പോയിൻറ്റ് മൈനസ് ഐ. അതാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് സെറ്റ് എന്താണ്? സെറ്റ് റേസ് ടു 4 -3 സെറ്റ് സ്ക്വയർ പ്ലസ് 6 ആണ്. അപ്പോൾ നമുക്ക് എഫ് ഡാഷ് സെറ്റ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് സെറ്റ് എന്തായിരിക്കും? 4 സെറ്റ് ക്യൂബ് -6 സെറ്റ് പ്ലസ് 6. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് സെറ്റ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 സെറ്റ് സ്ക്വയർ -6. ഇനി എന്ത് ചെയ്യണം? എഫ് ഡബിൾ ഡാഷ് ഓഫ് മൈനസ് ഐ ഇവാലുവേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 12 ഇൻറ്റു മൈനസ് ഐ സ്ക്വയർ -6. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ഇൻറ്റു ഐ സ്ക്വയർ ഈസ് -1. അപ്പോൾ -12i -12 -6 ദാറ്റ് ഈസ് ഈക്വൽ ടു -18. അപ്പോൾ എന്താണ് ആൻസർ വരിക? πi ഇൻറ്റു -18. അപ്പോൾ ആൻസർ -18 πi എന്നാണ് ആൻസർ കിട്ടുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് സി എന്നുള്ള കോണ്ടൂർ ഏത് തന്നെയാണ്? സി എന്നുള്ള കോണ്ടൂർ മോഡ് സെറ്റ് ഈക്വൽ ടു 3/2 തന്നെ. ഫംഗ്ഷൻ എന്താണ്? ഇ റേസ് ടു സെറ്റ് ബൈ സെറ്റ് -1 ഹോൾ സ്ക്വയർ പ്ലസ് സെറ്റ് -1 ഹോൾ സ്ക്വയർ ഇൻറ്റു സെറ്റ് സ്ക്വയർ പ്ലസ് 4. അപ്പം നമുക്ക് ഇവിടെ എഫ് ഓഫ് സെറ്റ് എന്തെടുക്കാം? അതായത് കോഷി ഇൻ്റഗ്രൽ ഫോർമുല വെച്ച് ചെയ്യാം. ഇവിടെ നമുക്ക് സെറ്റ് -1 ദ ഹോൾ സ്ക്വയർ എന്നുള്ള ടേമും സെറ്റ് സ്ക്വയർ പ്ലസ് 4 എന്നുള്ള ടേമിൻ്റെയും പ്രൊഡക്റ്റാണ് ഇവിടെ കിടക്കുന്നത്, ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് സെറ്റ് എന്തെടുക്കേണ്ടി വരും? എഫ് ഓഫ് സെറ്റ് നമ്മൾ ഇത്രയും കൺസിഡർ ചെയ്യാം. ദെൻ മോഡ് സെറ്റ് ഈക്വൽ ടു 3/2 എന്നുള്ള സർക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ 1.5 റേഡിയസ് ഉള്ള സർക്കിളാണ്. ദെൻ ഇ റേസ് ടു സെറ്റ് ബൈ സെറ്റ് സ്ക്വയർ പ്ലസ് 4 എന്നുള്ളത് എഫ് ഓഫ് സെറ്റ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അനലിറ്റിസിറ്റി പോണ പോയിൻറ്റ്സ് ഏതാണ്? ഇ റേസ് ടു സെറ്റ് എന്നുള്ളത് എൻ്റെയർ ഫംഗ്ഷനാണ് അല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ 0 ആവുമ്പോഴാണ് എന്ത് വരിക? അതിൻ്റെ അനലിറ്റിസിറ്റി എഫ് ഓഫ് സെറ്റിൻ്റെ അനലിറ്റിസിറ്റി പോവുക. അപ്പോൾ സെറ്റ് സ്ക്വയർ പ്ലസ് 4 0 ആവുന്ന പോയിൻ്റ് ഏതാണ്? സെറ്റ് സ്ക്വയർ ഈസ് -2 z is -4 z square is -4 z is plus or minus 2i. then 2iയും -2iയും അല്ലേ, ഈ രണ്ട് പോയിൻറ്റ് ഇവിടെ അല്ല വരിക, ഇമാജിനറി ആക്സിസിലെ പോയിൻറ്റ്സ് ആണ്. 2i ആൻഡ് -2i ഈ രണ്ട് പോയിൻറ്റ്സ് എന്താണ്? ഈ ഒരു സർക്കിളിൻ്റെ പുറത്താണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം?
within and on C, within and on C, f of z is equal to e raised to z by z square plus 4 is analytic. Then അപ്പോൾ നമ്മളിവിടെ ഇതിനെ ഈ ഒരു ഇ റേസ് ടു സെഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 4 ഇത്രയും പാർട്ട് എന്തായിട്ട് എടുത്തു, എഫ് ഓഫ് സെഡ് ആയിട്ട് എടുത്തു. ഇനി നമുക്കിവിടെ ഡിനോമിനേറ്ററിൽ സെഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ആണ് ഉള്ളത്. അപ്പോൾ എഫ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലാണ് ഈ ഫംഗ്ഷൻ. ഇതിൻ്റെയാണ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ സെറ്റ് നോട്ട് നമുക്ക് എന്തെടുക്കാം, സെറ്റ് നോട്ട് ഇസ് ഈക്വൽ ടു 1 എടുക്കാം. ദെൻ എന്നിൻ്റെ വാല്യൂ എന്താണ്, എൻ പ്ലസ് 1 ആണ് 2. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താണ്, 1 ആണ്. ദെൻ ഈ ഒരു 1 എന്നുള്ളത് നമ്മുടെ കോണ്ടൂർ സിയുടെ ഉള്ളിലാണോ കിടക്കുന്നത്, സെറ്റ് നോട്ട് എന്നുള്ള പോയിൻ്റ് ഇൻറ്റീരിയർ ടു സി ആണോ എന്നും കൂടെ നോക്കണം. അപ്പോൾ മോഡ് സെറ്റ് ഈക്വൽ ടു 3/2 ആണ് നമ്മുടെ സർക്കിള്. അതായത് 1.5 എന്നുള്ളത് റേഡിയസ് ആയിട്ടുള്ള സർക്കിൾ കൗണ്ടർ ക്ലോക്ക് വൈസ് സെൻസിൽ. ദെൻ സെറ്റ് ഇസ് ഈക്വൽ ടു 1, സെറ്റ് നോട്ട് ഇസ് ഈക്വൽ ടു 1 എന്നുള്ള പോയിൻ്റ് എവിടെയാണ് വരിക, ഉള്ളിലാണ് വരിക അല്ലേ, ഈ സർക്കിളിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് സെറ്റ് എന്നുള്ള ഫംഗ്ഷൻ വിത്തിൻ ആൻഡ് ഓൺ സി അനലിറ്റിക് ആൻഡ് സെറ്റ് നോട്ട് ഇസ് ഈക്വൽ ടു 1 ഇസ് എ പോയിൻറ്റ് ഇൻറ്റീരിയർ ടു സി. ദെൻ ബൈ കോഷി ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് we can write closed integral over c f of z by z minus z naught the whole square dz. അതായത് f of z by z minus 1 the whole square dz is equal to 2 pi I by n factorial, that is 1 factorial into fn of z naught. അതായത് എന്നിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ f dash of z naught, z naught എന്താണ് ഇവിടെ, f dash of 1 എന്ന് വരും. അപ്പോൾ z naught വാല്യൂ 1 ആണ്. അപ്പോൾ f dash of 1. അപ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ, ഈ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ഇവാലുവേറ്റ് ചെയ്താൽ മതി, 2 pi I by 1 factorial f dash 1, അതായത് 2 pi I f dash of 1 ഇവാലുവേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. f dash of z കണ്ടുപിടിച്ചിട്ട് അറ്റ് ദ പോയിൻ്റ് 1ൽ ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ എഫ് ഓഫ് സെഡ് എന്നുള്ളത് എന്താണ്, ഇ റേസ് ടു സെഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 4. ദെൻ എഫ് ഡാഷ് സെഡ് എന്തായിരിക്കും, നമ്മളിവിടെ കോഷ്യൻ റൂൾ യൂസ് ചെയ്യണം. Denominator into derivative of numerator minus numerator into derivative of denominator divided by denominator the whole square. That is equal to then ഇതിന് സിംപ്ലിഫിക്കേഷൻ ഒന്നും ചെയ്യണമെന്നില്ല, നമുക്ക് എഫ് ഡാഷ് ഓഫ് 1 ഇവാലുവേറ്റ് ചെയ്യാം. എഫ് ഡാഷ് ഓഫ് 1 ഇസ് ഈക്വൽ ടു എന്ത് വരും, 1 + 4 ദാറ്റ് ഈസ് 5 e raised to 1 മൈനസ് 2 into 1 into e raised to 1. അപ്പോൾ 2 e raised to 1 2e divided by 1 + 4 that is 5 square that is 25. നമുക്ക് എന്താണ് വാല്യൂ വരുന്നത്, 3e by 25. അതാണ് എഫ് ഡാഷ് ഓഫ് 1. നമുക്ക് ഡയറക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാം ഇൻ്റഗ്രൽ. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി e raised to z by z minus 1 the whole square into z square plus 4 dz is closed integral over c f of z by z minus 1 the whole square dz, that is 2 pi I f dash 1 that is equal to 2 pi I into f dash 1 എന്താണ് 3e 2 pi I into 3e by 25. സോ ആൻസർ എന്താണ് വരുന്നത്, 6 pi e I by 25. ഇതാണ് ഇൻ്റഗ്രൽ വാല്യൂ. Then next problem, evaluate closed integral over c 3z plus 1 divided by z into z minus 2 the whole square dz, where c is the contour as shown in figure given below. അപ്പം നമുക്ക് സി എന്നുള്ള കോണ്ടൂർ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ കോണ്ടൂർ ഏതാണ്, കോണ്ടൂർ എന്ന് പറയുന്നത് ഇതാണ് ഡയറക്ഷൻ തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കോണ്ടൂർ വരുന്നത്, സി എന്നുള്ള കോണ്ടൂറിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഇത് നമുക്ക് സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ അല്ല. സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഇൻ്റർസെക്ഷൻ വരില്ല. ക്ലോസ്ഡ് ഒക്കെയാണ് പക്ഷേ സിമ്പിൾ അല്ല. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ കൺസിഡർ ചെയ്യാം, വി ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് as union of two simple closed contours C1 and C2. Here the contours C1 and C2 are such that the point z equal to 0 is in the interior, z equal to 2 is in the exterior of C1
as in the and is in the counterclockwise direction. The point z equal to 2 is in the interior, z is equal to 0 is in the exterior of C2 and is in the counterclockwise direction. അതായത് നമ്മളിവിടെ രണ്ട് കോണ്ടൂർസ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്, C1ഉം C2. നമ്മളിവിടെ C1 ആൻഡ് C2 ചൂസ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മൾ C2 ചൂസ് ചെയ്യണത്. C2വിന് എന്താണ് ഡയറക്ഷൻ? കൗണ്ടർ ക്ലോക്ക് വൈസ് തന്നെയാണ് ഡയറക്ഷൻ. ദെൻ നമ്മുടെ കോണ്ടൂറിലെ പാർട്ട് ഇത് തന്നെയാണ് സിയുടെ പാർട്ട്. ദെൻ C1 നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു കോണ്ടൂറാണ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വേണ്ടത്. അതായത് എന്താണ്? ക്ലോക്ക് വൈസ് ആണ് C1ൻ്റെ ഡയറക്ഷൻ വരുന്നത്. അതായത് C1 എന്നുള്ള കോണ്ടൂർ, C1 ആൻഡ് C2 ആർ സച്ച് ദാറ്റ് z ഈക്വൽ ടു 0 എന്താണ്? ഈസ് ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് C1. 0 എന്നുള്ള പോയിൻറ്റ് C1ൻ്റെ ഇൻറ്റീരിയറിലാണ്. z ഈക്വൽ ടു 2 എന്താണ്? C1ൻ്റെ എക്സ്റ്റീരിയറിലാണ്. ആൻഡ് C1 എന്താണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ദെൻ C2 കൺസിഡർ ചെയ്യുകയാണെങ്കിലോ z ഈക്വൽ ടു 2 എന്നുള്ളത് C2വിൻ്റെ ഇൻറ്റീരിയറിലാണ്. z ഈക്വൽ ടു 0 എന്താണ്? C2വിൻ്റെ എക്സ്റ്റീരിയറിലാണ്. ദെൻ C2വിൻ്റെ ഡയറക്ഷൻ എന്താണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇതാണ് പറഞ്ഞത്. ഒന്നും കൂടെ നോക്കാം C1 ആൻഡ് C2 എങ്ങനെയാണ് വരുന്നതെന്ന്. C2 എന്നുള്ള കോണ്ടൂറാണ് ഇത്. ദെൻ C1 എന്നുള്ള ഇതാണ് C2. C1 എന്നുള്ള ഇതിൻ്റെ ഡയറക്ഷൻ എന്താണ്? കൗണ്ടർ ക്ലോക്ക് വൈസ്. ദെൻ C1 എന്നുള്ള കോണ്ടൂർ ഇതാണ്. ഇതിൻ്റെ ഡയറക്ഷൻ എന്താണ്? ക്ലോക്ക് വൈസ്. ദെൻ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C3z പ്ലസ് 1 ബൈ z ഇൻറ്റു z മൈനസ് 2 ദ ഹോൾ സ്ക്വയർ dz. അതിന് നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? C1 ആൻഡ് C2 രണ്ടും കൂടിയത് കഴിഞ്ഞാൽ എന്തായി? C1ഉം C2ഉം കൂടി എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? C കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C3z പ്ലസ് 1 by z into z minus 2 the whole square dz is closed integral over C1 3z plus 1 by z into z minus 2 the whole square dz plus closed integral over C2 3z plus 1 by z into z minus 2 the whole square dz എന്ന് എഴുതാം. ദെൻ ഈ നമുക്ക് ഈ രണ്ട് ഇൻ്റഗ്രൽസിൻ്റെ സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഈ രണ്ട് ഇൻ്റഗ്രൽസ് സെപ്പറേറ്റ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഇതിൽ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? z ഈക്വൽ ടു 0 എന്നുള്ളത് എന്താണ്? C1ൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അതേമാതിരി z ഈക്വൽ ടു 2 എന്താണ്? C1ൻ്റെ പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് f ഓഫ് z എന്തെടുക്കാം? ആദ്യത്തെ കേസിൽ f ഓഫ് z എന്നുള്ളത് ഇത്രയും ചൂസ് ചെയ്യാം. എന്തുകൊണ്ടാണ്? ഈ ഫംഗ്ഷൻ f ഓഫ് z ആയിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ f ഓഫ് z നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇതാണ് 3z പ്ലസ് 1 ബൈ z മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. ഇവിടെ അനലറ്റിസിറ്റി f ഓഫ് zന് പോണത് ഏതാണ്? ഏത് പോയിന്റിലാണ്? z ഈക്വൽ ടു 2 എന്നുള്ള പോയിന്റിൽ മാത്രമേ ഫംഗ്ഷൻ അനലറ്റിസിറ്റി പോവുള്ളൂ. ആ പോയിന്റ് എന്താണ്? സിയുടെ ഔട്ട് സൈഡാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? f ഓഫ് z ഇസ് ഈക്വൽ ടു 3z പ്ലസ് 1 ബൈ z മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഈസ് അനലറ്റിക് വിത്തിൻ ആൻഡ് ഓൺ C1. വിത്തിൻ ആൻഡ് ഓൺ C1. ദെൻ ബാക്കി ഇവിടെ ഒരു ഡിനോമിനേറ്ററിൽ z കിടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ z നമുക്ക് എങ്ങനെ എഴുതാം? z എന്നുള്ളത് z മൈനസ് 0 എന്നുള്ള ഫോമിൽ എഴുതാം. അപ്പോൾ z നോട്ട് എന്നുള്ള പോയിൻ്റ് എന്താവും? 0 ആയിരിക്കും. അപ്പോൾ z നോട്ട് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത് ഇൻറ്റീരിയർ ഓഫ് C ആണോ? ആണ് അല്ലേ? z നോട്ട് ഇസ് 0. ഈ പോയിൻ്റ് എന്താണ്? ഇൻറ്റീരിയർ ഓഫ് C ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കോഷി ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് ഈ ഒരു ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C1 3z പ്ലസ് 1 ബൈ z ഇൻറ്റു z മൈനസ് 2 ഹോൾ സ്ക്വയർ dz ഈസ് ഇത് നമുക്ക് C1ൻ്റെ ഓറിയൻറ്റേഷൻ ക്ലോക്ക് വൈസ് ആയിരുന്നു. നമുക്ക് കോഷി ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ എന്താണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ആവണം. അപ്പം നമ്മൾ ഈ ഇൻ്റഗ്രലിനെ മൈനസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ മൈനസ് C1 എന്ന് എഴുതണം. C1ൻ്റെ ഓറിയൻറ്റേഷൻ ക്ലോക്ക് വൈസ് ആയിരുന്നു, ഇങ്ങനെയായിരുന്നു. ദെൻ മൈനസ് C1 കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് വരിക? നേരെ തിരിച്ച് ഡയറക്ഷൻ ആവും. അപ്പോൾ എന്താവും? ഇങ്ങോട്ട് വരും. അപ്പോൾ എന്തായിരിക്കും? കൗണ്ടർ ക്ലോക്ക് വൈസ് ആവും. അപ്പോൾ നമുക്ക് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C1 3z പ്ലസ് 1 ബൈ z ഇൻറ്റു z മൈനസ് 2 ഹോൾ സ്ക്വയർ dz എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ മൈനസ് C1 3z പ്ലസ് 1 ബൈ z മൈനസ് 2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 ബൈ z dz എന്ന് എഴുതാം. ഇവിടെ മൈനസ് C1 ഓറിയൻറ്റേഷൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പം നമുക്ക് കോഷി ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്യാം. ഇവിടെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ മൈനസ് C1. ഇതാണ് നമ്മൾ f ഓഫ് z എടുത്തുകൊണ്ട് അല്ലേ? അപ്പോൾ f ഓഫ് z ഡിവൈഡഡ് ബൈ z.
സെഡ് എന്താണ്? സെഡിന് നമുക്ക് വേണമെങ്കിൽ സെഡ് മൈനസ് 0 ഡി സെഡ് എന്ന് എഴുതാം. ദെൻ ബൈ കോഷി ഇൻ്റഗ്രൽ ഫോർമുല നമ്മളിവിടെ പറഞ്ഞു 0 എന്നുള്ളത് ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് C1 അല്ലെങ്കിൽ -C1. -C1ന് ഓറിയൻറ്റേഷൻ മാറിയെന്ന് മാത്രമേ ഉള്ളൂ. C1ൻ്റെ കർവ് തന്നെയാണ് വരുന്നത്, അതിൻ്റെ ഓറിയൻറ്റേഷൻ നേരെ തിരിച്ച് കൗണ്ടർ ക്ലോക്ക് വൈസ് ആയി, അത്രയേ ഉള്ളൂ. അപ്പോൾ സെഡ് നോട്ട് ഇസ് ഈക്വൽ ടു 0 ഇസ് ഇൻറ്റീരിയർ പോയിൻ്റ് ഓഫ് -C1. എഫ് ഓഫ് സെഡ് ഈസ് അനലറ്റിക് വിത്തിൻ ആൻഡ് ഓൺ -C1. സോ ബൈ കോഷി ഇൻ്റഗ്രൽ ഫോർമുല ദിസ് വാല്യൂ ഇതുവരെ നെഗറ്റീവ് വരും. ഇവിടെ ഓൾറെഡി ഒരു നെഗറ്റീവ് ഉണ്ട്, അപ്പോൾ നെഗറ്റീവ് വരും. നെഗറ്റീവ് 2πi ഇൻറ്റു എഫ് ഓഫ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു -2πi ഇൻറ്റു എഫ് ഓഫ് സെഡ് എന്താണ്? 3z + 1/z - 1 ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ എഫ് ഓഫ് 0 കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് വരും? 3 × 0 + 1 ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 0 - 2 ഹോൾ സ്ക്വയർ എന്ത് വരും? 4 ഇൻറ്റു 1/4 എന്ന് വരും. അപ്പോൾ ഈ 4ഉം 2ഉം കൂടി കട്ടാകുമ്പോൾ ഇവിടെ 2 വരും. അപ്പോൾ ആൻസർ -πi/2. നമുക്ക് ഫസ്റ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്തു. ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത് -πi/2. ഇനി നമുക്ക് സെക്കൻഡ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ അവിടുത്തെ കർവ് ഏതാണ്? C2 ആണ്. C2വിൻ്റെ ഓറിയൻറ്റേഷൻ ഓൾറെഡി കൗണ്ടർ ക്ലോക്ക് വൈസ് തന്നെയാണ്. നമ്മൾ C2 എടുത്തത് ഏതായിരുന്നു? ഈ ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ ആയിരുന്നു C2. ദെൻ ഇവിടെ നമ്മൾ എഫ് ഓഫ് സെഡ് എന്ത് ചൂസ് ചെയ്യണം? C2വിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പോയിൻ്റ് ഏതാണ്? 2 ആണ്. അപ്പോൾ ഈ ഒരു ഫോമാണ് z - z0 ഹോൾ സ്ക്വയർ എന്നുള്ള ഫോം വരിക. അപ്പോൾ നമ്മൾ എഫ് ഓഫ് സെഡ് എന്നുള്ളത് ചൂസ് ചെയ്യേണ്ടത് ഇവിടെ 0 എന്നുള്ള പോയിന്റിൽ അനലറ്റിസിറ്റി പോയാലും കുഴപ്പമില്ല, അത് പുറത്തല്ലേ കിടക്കണേ. അപ്പോൾ ഇത്രയും പാർട്ട് എന്തായിട്ട് ചൂസ് ചെയ്യണു? എഫ് ഓഫ് സെഡ് ആയിട്ട് ചൂസ് ചെയ്യണം. അതായത് എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 3z + 1 ഡിവൈഡഡ് ബൈ സെഡ് എന്ന് ചൂസ് ചെയ്യണു. ദെൻ എഫ് ഓഫ് സെഡിന് അനലറ്റിസിറ്റി പോണത് സെഡ് 0 ആവുമ്പോൾ അല്ലേ? ദാറ്റ് ഈസ് എ പോയിൻറ്റ് വിച്ച് ലൈസ് ഔട്ട്സൈഡ് C2. സോ എഫ് ഓഫ് സെഡ് ഈസ് അനലറ്റിക് വിത്തിൻ ആൻഡ് ഓൺ C2 എന്ന് പറയാം. ദെൻ ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ C2 3z + 1/z അതിനെ നമുക്ക് എഫ് ഓഫ് സെഡ് എന്ന് എടുത്തിട്ടുണ്ട്. എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ എന്ത് വരുന്നു? z - 2 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് z - 2 ദ ഹോൾ സ്ക്വയർ dz. അപ്പം നമ്മളിവിടെ z0 ഈസ് 2 എന്ന് ചൂസ് ചെയ്യണു. ദെൻ 2 ഇസ് എ പോയിൻറ്റ് ഇൻറ്റീരിയർ ടു C2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? C2 എന്നുള്ളതിന് എഫ് ഓഫ് സെഡ് ഈസ് അനലറ്റിക് വിതിൻ ആൻഡ് ഓൺ C2 ആൻഡ് z0 ഇസ് എ പോയിൻറ്റ് z0 ഈസ് ഈക്വൽ ടു 2 ഇസ് എ പോയിൻറ്റ് ഇൻറ്റീരിയർ ടു C2. ദെൻ ബൈ കോഷി ഇൻ്റഗ്രൽ ഫോർമുല ഇവിടുത്തെ എന്നിൻ്റെ വാല്യൂ എന്താണ്? കോഷി ഇൻ്റഗ്രൽ ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് എക്സ്റ്റൻഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ n+1ൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എന്താണ്? 1 ആവണ കേസ്. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എന്തായിരിക്കും? ദിസ് ഇസ് ഈക്വൽ ടു 2πi/1 ഫാക്ടോറിയൽ എഫ് ഡാഷ് ഓഫ് z0 ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് 2. അപ്പോൾ നമുക്കിവിടെ എഫ് ഡാഷ് ഓഫ് 2 ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് സെഡ് നമ്മൾ എടുത്തിട്ടുണ്ട് 3z + 1/z. ഇനി നമുക്ക് എഫ് ഡാഷ് സെഡ് ഇവാലുവേറ്റ് ചെയ്യാം. അതായത് എഫ് ഓഫ് സെഡ് എന്താണ്? 3z + 1/z. എഫ് ഡാഷ് സെഡ് എന്താണ് വരിക? എഫ് ഡാഷ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു കോഷ്യൻ റൂൾ യൂസ് ചെയ്യണം. സെഡ് ഇൻറ്റു 3 - 3z + 1 into 1 divided by z square that is equal to 3z minus 3z minus 1 by z square. എന്താണ് എഫ് ഡാഷ് ഓഫ് സെഡ് വരുന്നത്? എഫ് ഡാഷ് ഓഫ് സെഡ് ഈസ് -1 by z square. Then at the point z0ൻ്റെ വാല്യൂ എന്തായിരുന്നു? z0ൻ്റെ വാല്യൂ 2 ആയിരുന്നു. അപ്പോൾ അറ്റ് ദ പോയിൻറ്റ് 2 നമുക്ക് എഫ് ഡാഷ് ഓഫ് ഇവാലുവേറ്റ് ചെയ്യണം. എഫ് ഡാഷ് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു -1/4. Then closed integral over C2 3z + 1/z z - 2 the whole square dz. ഇതിൻ്റെ ഫോർമുല 2πi/1 ഫാക്ടോറിയൽ എഫ് ഡാഷ് ഓഫ് 2. ദെൻ നമ്മളിവിടെ എഫ് ഡാഷ് 2 ഇവാലുവേറ്റ് ചെയ്തു. ദെൻ വി ഹാവ് ദിസ് ഇസ് ഈക്വൽ ടു 2πi/1 ഫാക്ടോറിയൽ എഫ് ഡാഷ് 2 എന്തായിരുന്നു? -1/4. അപ്പോൾ ഇൻറ്റു -1/4. അപ്പോൾ ഈ 2ഉം 4ഉം കൂടി കട്ടായി ഇവിടെ 2 വരും. ദെൻ ആൻസർ എന്താണ്? -πi/2.
അപ്പോൾ നമ്മൾ രണ്ടും ഇൻ്റഗ്രൽസ് സെപ്പറേറ്റ് ഇവാലുവേറ്റ് ചെയ്തു. ഫസ്റ്റ് ഇൻ്റഗ്രൽ വാല്യൂ നമുക്ക് -πi/2 ആണ് കിട്ടിയത്. സെക്കൻഡ് ഇൻ്റഗ്രൽ വാല്യൂ നമുക്ക് കിട്ടിയത് -πi/2 ആണ്. ദെൻ ഇനി ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഓവർ സി 3z + 1/z × z - 2 ഹോൾ സ്ക്വയർ dz എന്ത് കിട്ടും? ഇത് രണ്ടും കൂടി സം ചെയ്യണം. അപ്പോൾ -1/2πi -1/2πi ഈസ് -πi. ദെൻ നെക്സ്റ്റ് പറയുന്നത് ലിയോവ്ലിസ് തിയറം. അപ്പോൾ ലിയോവ്ലിസ് തിയറം പറയുന്നതിന് മുമ്പ് നമ്മളൊരു കോഷി ഇനിക്വാലിറ്റി പറയുന്നുണ്ട്. കോഷീസ് ഇനിക്വാലിറ്റി. സപ്പോസ് ദാറ്റ് എ ഫംഗ്ഷൻ f is analytic inside and on a positively oriented circle CR centered at Z0 with radius R. If M R denote the maximum value of mod f of z on CR, then modulus of fn of Z0 less than or equal to n factorial mr by r raised to n equal to 1, 2, 3 etc. ഇതാണ് കോഷി ഇനീക്വാലിറ്റി പറയണത്. അതായത് ഒരു സർക്കിൾ ഉണ്ട്, പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് സർക്കിൾ CR. അതിൻ്റെ സെൻറ്റർ എന്താണ്? Z0ഉം റേഡിയസ് എന്ന് പറയുന്നത് ആറുമാണ്. ദെൻ എഫ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? അനലിറ്റിക് ഇൻസൈഡ് ആൻഡ് ഓൺ ദിസ് സർക്കിൾ CR. ദെൻ MR എന്നുള്ള നമ്പർ എന്താണ്? MR എന്നുള്ളത് മാക്സിമം വാല്യൂ ഓഫ് മോഡ് f of z ഓൺ CR ആണ്. ദെൻ മോഡുലസ് ഓഫ് fn ഓഫ് Z0 എന്നുള്ളത് എന്തായിരിക്കും? അതായത് അറ്റ് ദ പോയിൻറ്റ് Z0ലെ f എന്നുള്ള ഫംഗ്ഷൻ്റെ nth ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ mr ബൈ r raised to n ആയിരിക്കും. ഫോർ n ഈക്വൽ ടു 1, 2, 3 എക്സെട്ര. ഇതാണ് കോഷി ഇനീക്വാലിറ്റി പറയണത്. ദെൻ അതിൻ്റെ പ്രൂഫ് പറയണില്ല. പ്രൂഫ് ലിയോവ്ലിസ് തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പ്രൂഫ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് പറയണത് ലിയോവ്ലിസ് തിയറം. ലിയോവ്ലിസ് തിയറം പറയണത് if a function f is entire and bounded in the complex plane, then f of z is a constant throughout the plane. അതായത് എൻറ്റയർ ആൻഡ് ബൗണ്ടഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അതെന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. എൻറ്റയർ ബൗണ്ടഡ് ഫംഗ്ഷൻ ഇൻ ദ കോംപ്ലെക്സ് പ്ലെയിൻ is a constant throughout the plane. ലിയോവ്ലിസ് തിയറം പ്രൂഫ് ഇവിടെ എടുക്കണില്ല. പ്രൂഫ് നിങ്ങളോട് സാധാരണ ചോദിക്കാറില്ല. ദെൻ ലിയോവ്ലിസ് തിയറത്തിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ സൈൻ സെഡ് എന്നുള്ള ഫംഗ്ഷൻ ബൗണ്ടഡ് ആണോ? നമുക്കറിയാം സൈൻ എക്സ് അല്ലേ, റിയൽ വാല്യൂഡ് കേസിൽ സൈൻ എക്സ് എന്താണ്? മോഡുലസ് ഓഫ് സൈൻ എക്സ് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് എക്സ് റിയൽ ആവണ കേസിൽ. ദെൻ സൈൻ സെറ്റ് നമ്മൾ പറഞ്ഞു ട്രിഗ്നോമെട്രിക്കിൽ സൈൻ ഫംഗ്ഷൻ നമ്മൾ ബൗണ്ടഡ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതേമാതിരി ഇവിടെ ലിയോവ്ലിസ് തിയറം യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. നമുക്കറിയാം സൈൻ സെറ്റ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്, അപ്പോൾ എൻറ്റയർ ആണ്. ദെൻ അത് ബൗണ്ടഡ് ആയിരുന്നെങ്കിൽ എന്ത് വേണം? അതൊരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കണം. പക്ഷേ സൈൻ സെറ്റിന് ഡിഫറെൻറ്റ് വാല്യൂസാണ് വരിക. ഓരോ സെറ്റ് വാല്യൂസിന് ഡിഫറെൻറ്റ് വാല്യൂസാണ്. അത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് ബൗണ്ടഡ് ആയിരുന്നെങ്കിൽ ലിയോവ്ലിസ് തിയറം വെച്ചിട്ട് എൻറ്റയറുമാണ്, ബൗണ്ടഡും ആണെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആവണം. ഇതൊരു കോൺസ്റ്റൻ്റ് അല്ല, അതുകൊണ്ട് എന്ത് പറയാം? ഇത് ബൗണ്ടഡ് അല്ല എന്ന് പറയാം. അങ്ങനെയൊക്കെ ചില റിസൾട്ടുകൾ പ്രൂവ് ചെയ്യാൻ ലിയോവ്ലിസ് തിയറം യൂസ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ഓൾജിബ്ര തിയറം നോക്കാം. ഇനി പോളിനോമിയൽ പി ഓഫ് സെഡ് ഈക്വൽ ടു a0 പ്ലസ് a1z plus a2z square plus etc plus anz raised to n a0 equal to 0 of degree n greater than or equal to 1 has at least one 0. That is, there exists at least one point z0 such that p of z0 equal to 0. അതായത് ഒരു nth ഡിഗ്രി പോളിനോമിയൽ a നോൺ സീറോ ആയിട്ടാണ് എടുത്തത്. അപ്പോൾ nth ഡിഗ്രി പോളിനോമിയലാണ് p of z where n greater than or equal to 1. It has at least one 0 എന്നാണ് ഈ തിയറം പറയുന്നത്. ഏതൊരു പോളിനോമിയൽ എടുക്കുകയാണെങ്കിലും, ഏതൊരു nth ഡിഗ്രി പോളിനോമിയൽ n greater than or equal to 1 എടുക്കുകയാണെങ്കിലും എന്തുണ്ട്? അതിന് അറ്റ്ലീസ്റ്റ് one 0 ഉണ്ട്. അതായത് നമുക്ക് ഒരു z0 എന്നുള്ള ഒരു നമ്പർ കണ്ടുപിടിക്കാം അറ്റ് വിച്ച് p of z0 is 0.